മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിന വാർഷികത്തിൽ ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിൽ ആദരമർപ്പിച്ച് കോൺഗ്രസ് നേതാവും ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനുമായ രാഹുൽ ഗാന്ധി. ഇന്ദിരാഗാന്ധിക്കൊപ്പമുള്ള പഴയകാല ചിത്രവും കുറിപ്പും രാഹുൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. തന്റെ മുത്തശ്ശി സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ധൈര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ഉദാഹരണമായിരുന്നു മുത്തശ്ശി. രാജ്യ താൽപര്യത്തിന്റെ പാതയിൽ നിർഭയമായി സഞ്ചരിക്കുന്നതാണ് യഥാർത്ഥ ശക്തിയെന്ന് ഞാൻ മനസ്സിലാക്കിയത് അവരിൽ നിന്നാണ്. അവരുടെ ഓർമ്മകളാണ് എൻ്റെ ശക്തി. അതെനിക്ക് എപ്പോഴും വഴി കാണിക്കുന്നുവെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെയും കമല നെഹ്റുവിന്റെയും മകളായി 1917 നവംബർ 19 ഇന്ദിരാഗാന്ധി ജനിച്ചത്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിര 1966 ജനുവരി മുതൽ 1977 മാർച്ച് വരെയും 1980 ജനുവരി മുതൽ 1984 ഒക്ടോബറിൽ കൊല്ലപ്പെടുന്നതുവരെയും ആ സ്ഥാനത്ത് തുടർന്നു. നെഹ്റുവിന് ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിര ബാങ്കുകളുടെ ദേശസാൽക്കരണം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സാമൂഹിക പരിഷ്കരണങ്ങൾ നടപ്പിലാക്കി. പഴയ നാട്ടുരാജ്യങ്ങളുടെ പ്രിവിപ്പേഴ്സും ഇന്ദിരാഗാന്ധി നിർത്തലാക്കി. 1984 ഒക്ടോബർ 31 അക്ബർ റോഡിലെ വസതിയിൽ വെച്ച് സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ വെച്ച് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടപ്പാക്കിയതിന് പിന്നാലെ ഇന്ദിരാഗാന്ധിയുടെ അംഗരക്ഷകരായിരുന്ന 2 സിഖ് അംഗരക്ഷകരുടെ വെടിയേറ്റാണ് ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിന വാർഷികത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ശക്തിസ്ഥലിൽ ആദരമർപ്പിച്ചു. ആജീവനാന്ത പോരാട്ടത്തിന്റെയും ധീരതയുടെയും ചലനാത്മക നേതൃത്വത്തിന്റെയും പ്രതിരൂപമായിരുന്നു ഇന്ദിര. ഇന്ത്യയുടെ ഉരുക്കു വനിതയിൽ നിന്ന് നിരവധി ആളുകൾ പ്രചോദനം ഉൾക്കൊണ്ടെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.